ഇവിടെ സാധാരണ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അധ്യാപകർ ക്ലാസ് റൂമിലാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇവിടെ ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്, പിന്നെ ഹൈസ്കൂള് ഇവിടെ ആയിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ മാഷ്മാരൊക്കെ ഇതാ സ്കൂൾ വിട്ടതിന് ശേഷം അധ്യാപകരാണ് കേട്ടോ ഇവിടെ ഉള്ളത്. HMൻ്റെ നേതൃത്വത്തിൽ പിന്നെ ഇതൊരു ഓപ്പൺ ജിം ആരംഭിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇത് വിദ്യാർത്ഥികൾക്കുള്ളതാണ്. ഇവരൊക്കെ കൂടി ചേർന്ന് സഹകരിച്ച് വലിയ മാതൃകാപരമായിട്ടുള്ളൊരു മുന്നേറ്റമാണ് IUHS സ്കൂളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും സൗജന്യമായിട്ട് വിദ്യാർത്ഥികൾ വളരെ ഹാപ്പി ആയിരിക്കും. ഇതൊക്കെ ഇവിടുത്തെ മാഷ്മാരാട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല എന്താ പറയുക, മാഷ്മാർ വളരെയധികം ആക്റ്റീവാണെന്നുള്ളതാണ്. അതിലിപ്പോൾ നമ്മളെ സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ഹെഡ് മാഷ് ഉണ്ട്, അഷ്റഫ് മാഷ്. എന്തെങ്ങനെയുണ്ട്? ഉഷാറാണല്ലേ? എങ്ങനെ ട്രയൽ ഉഷാറായി? കുട്ടികൾ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഇനി നമ്മളെ PT പീരീഡുകൾ അടക്കം വളരെ സജീവമാകും. 50 വർഷം പിന്നിടുന്ന ഈ സ്കൂളിൽ ഒട്ടേറെ പുതിയ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നമ്മുടെ സ്കൂളിൽ ഈ വർഷവും കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ച നാഷണൽ ലെവൽ ഹോക്കി ചാമ്പ്യൻഷിപ്പിൻ്റെ 2ാം വാർഷികമായി ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ കേരളത്തിന് അകത്തും പുറത്തു നിന്നുമുള്ള കേരളത്തിന് പുറത്തു നിന്നുള്ള 7 ടീമുകൾ പങ്കെടുക്കുന്ന കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, കർണാടക ഈ സംസ്ഥാനങ്ങളിലുള്ള ടീമുകൾ പങ്കെടുക്കുന്ന ഇൻ്റർ സ്കൂൾ ഹോക്കി ചാമ്പ്യൻഷിപ്പ് നടക്കുന്നു 10, 11, 12 തീയതികളിൽ. അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികൾക്ക് ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ കായിക ക്ഷമത വർദ്ധിപ്പിക്കുക എന്ന അർത്ഥത്തിൽ കുട്ടികൾക്കൊരു ഓപ്പൺ ജിം, വെൽനസ് പാർക്ക് എന്ന രീതിയിൽ ഞങ്ങളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആരംഭം എന്ന രീതിയിൽ ഞങ്ങൾ കുറേ പ്രവർത്തനങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അത് കുട്ടികൾക്ക് അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് ക്രമീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് നമുക്കിത് നടത്താൻ സാധിച്ചത്. കളിയും കരുത്തും പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോക്കി എന്ന് നമ്മൾ ദേശീയ ഗെയിം കൂടിയാണ് ഹോക്കി എന്ന് പറയുന്നത്. ആ ഹോക്കിയുടെ ഒരു പ്രൊമോഷൻ ബേസിലാണ് നാളെ നമ്മൾ ഈ മത്സരം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ ബാക്കിൽ നിൽക്കുന്നതൊന്നും ഈ സ്കൂളിലെ കുട്ടികളല്ല, ഇത് തമിഴ്നാടിൽ നിന്ന് പോണ്ടിച്ചേരിയിൽ നിന്നുള്ള കുട്ടികളാണ്. ഡിണ്ടിഗലിൽ നിന്നൊക്കെ വന്ന കുട്ടികളാണിത്. 3 ദിവസത്തെ മാച്ചിനായിട്ട് അവർ വന്നതാണ്. സത്യരാജിൻ്റെയും മുർത്തലയുടെയും കഠിനമായ പരിശ്രമമാണ്, നിരന്തരം അവരുടെ പ്രവർത്തനമാണ് നമ്മൾ കുട്ടികളെ ഇപ്രാവശ്യം 12 കുട്ടികൾക്ക് സ്റ്റേറ്റ് ലെവലിൽ വെങ്കലം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയൊരു നേട്ടമല്ല തുടക്കക്കാരെന്ന രീതിയിൽ. How many teams are participating here? Here 16 teams. 16 teams. So how is the surroundings, the ground, nice and facilities? Last year already we had played here. Yes. Okay. Last year 3rd place. Very nice accommodation, food, everything. நாங்கள் தமிழ்நாடுலேருந்து வரோம். திண்டுக்கல், முத்தலவட்டி, கொஞ்சம் பிரான்ச்சி சேவிய